കുമാരേട്ടാ സംഭവം എന്താ ഫുള്ള് ടൈലോണ്ട് വാൾഡ്രോപ്പോ നിങ്ങൾ ഓരോ നേക്ക് ഒരുപാട് യൂട്യൂബ് ഉണ്ടായോണ്ട് എല്ലാം നോക്കി കോപ്പി എവിടെ ആരും ചെയ്യണില്ലല്ലോ. റാക്ക് ഫുള്ള് ടൈലോണ്ട് മറ്റേ ഈ വാൾഡ്രോപ്പ് ഫുള്ള് ടൈലല്ലേ? ഫുള്ള് അടി മുകളിൽ ടൈൽ, ടൈല് പിന്നെ മുകളിൽ ടൈല് ഇവിടെ ടൈല് സൈഡ് ടൈല് ഇതൊക്കെ ഫുള്ള് നേക്ക് നല്ല ഡിസൈൻ ആയല്ലോ അല്ലേ? കുറെ കാലം കഴിഞ്ഞ പാത്രം ഞാൻ സോപ്പിട്ട് കഴുകാം, മറ്റേ പ്ലൈവുഡ് കഴുകാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം കിട്ടെ, ഇതെങ്ങനെ ലാഭമുണ്ടോ പരിപാടി? ഇത് കുറഞ്ഞ റേറ്റിന് തീരുമല്ലോ, പകുതി പൈസ ആവുള്ളൂ. അടിപൊളി ചെയ്യുന്ന പകുതി പൈസ ആവുള്ളൂ. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ടൈലല്ല, ഇത് സെക്കൻഡ് ക്വാളിറ്റി ടൈലാണ്. സ്റ്റാൻഡേർഡ് ടൈല്. ഒരു വര കണ്ടില്ല, ചുവപ്പ് വര, അതൊക്കെ വില കുറഞ്ഞ ടൈപ്പാണ്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടാവുള്ളൂ. ഇതിനൊന്നും പ്രശ്നമില്ലല്ലോ. നല്ല വൃത്തി മൾട്ടിപ്യൂട്ട് ആശാരിമാരെ നടത്തിയിട്ട് പണിയെടുക്കുമ്പോൾ ഇതിന് ജോയിന്റ് ഒക്കെ കണ്ടില്ല, വളരെ കറക്റ്റ് ജോയിന്റ് അടിപൊളിയില് സംഭവം സിമ്പിൾ ആയിട്ട് പരിപാടി. നിങ്ങൾ ഒറ്റ പരിപാടി ഇപ്പോ 3 ആളെ പണിക്ക് കറണ്ട് ചേർത്തോണ്ടാണ് 3 ആളെ പണിക്ക് തീരും. 3 ആളെ പണിക്ക് 3 ആളെ പണിക്ക് തീരും. സിമ്പിൾ ആയിട്ട് പരിപാടി തീരും. മൾട്ടിപ്യൂട്ട് ആകുമ്പോൾ ഒരുപാട് പൈസ ആവും. പിന്നെ അതിനനുസരിച്ച് ഇതൊക്കെ ഉള്ളിൽ ഇന്നർ ഒട്ടിക്കണ്ടേ, ഇന്നറും മൈക്ക് ഒട്ടിക്കണ്ടേ. ഇതാകുമ്പോ ഒന്നും വേണ്ടല്ലേ? ഇത് മൈക്ക് ഒട്ടിക്കണ്ട. മൈക്ക് ഒട്ടിക്കുക പ്ലൈവുഡിന്റെ ഇപ്പൊ എല്ലാവരും ഒന്ന് പശച്ചൊട്ടിക്കുമ്പോഴേ കുറച്ചു കാലം കഴിഞ്ഞാൽ ചൂട് കിട്ടുമ്പോ അത് പൊളിഞ്ഞു പോകും. അപ്പൊ ഇപ്പൊ അങ്ങനെ നല്ല എസച്ചോണ്ട് കാലം ഒട്ടിക്കുന്നില്ല. ഇപ്പൊ ഈറ്റ് ഇതുകൊണ്ട് ഒട്ടിക്കുക. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ മൈക്ക് പൊളിഞ്ഞു പോവാ, വക്കൊക്കെ പോവും. ഇതിന് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. നല്ല സ്ട്രോങ് അതിത് കമ്പിയെ ഉള്ളിൽ ചുമരിൽ അടിച്ച് കയറ്റിട്ട് ടൈൽ ഒട്ടിച്ചാൽ അങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഒരു ടൈൽ ഇങ്ങോട്ട് വെച്ച് എന്നിട്ട് കമ്പിയൊക്കെ വെച്ച് കമ്പി ചുമരിൽ ഡ്രിൽ ചെയ്തിട്ട് കയറ്റിട്ട് അതിന്റെ മുകളിൽ സിമെന്റ് തേച്ചതിന് ശേഷം അടുത്ത ടൈൽ ഒട്ടിച്ച്, അല്ലാതെ വെറുതെ ടൈൽ വെച്ചിട്ട് പൊട്ട് പോകുന്നില്ല. ഏകദേശം ഒരു 1.5 ഇഞ്ചിന്റെ അടുത്ത് കനണ്ടല്ലേ? 1.5 കനണ്ട്. അപ്പൊ അങ്ങനെ തട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇത്രയും സ്റ്റോറേജ് ഏരിയ ഇവിടെ നല്ല ഹാങ്ങിങ് ഏരിയ ഹാങ് ചെയ്യാനും പിന്നെ ഇവിടെ തട്ടുകളൊക്കെ ഉണ്ട്. സ്പേസ് ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. കിച്ചണില് പാത്രം വെക്കാനുള്ളതാണ്. അത് കിച്ചണില് പാത്രം വെക്കാനുള്ളതാണ്. കിച്ചണാണല്ലേ? ശരിയാണല്ലേ? ഇത് കിച്ചണാണ്. കിച്ചണില് പാത്രം വെക്കാനുള്ളതാണ്. അത് ബെഡ്റൂമിൽ ഇതേമാതിരി ഉണ്ടാക്കുക. ബെഡ്റൂമിൽ ബെഡ്റൂം ഉണ്ടാക്കി ഏറ്റവും ബെറ്റർ ആയി. ഡ്രസ്സുകൾ പൂപ്പൽ പിടിക്കില്ല. ഡ്രസ്സുകളെ മറ്റേ പ്ലൈവുഡ് ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അതിന് ടൈലിൽ ആ പ്രശ്നം വരില്ല. അപ്പൊ ഡോറ് മാത്രം വേറെ. ഇതിന് സ്റ്റീലിന് പാത്രം വെക്കാനുള്ള സാധനം അങ്ങനെ അടിക്കാനുള്ള അപ്പൊ അതിനെ കണക്കാക്കിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ സ്റ്റീലിന്റെ ഒരു അളമറ അതിനുള്ളിൽ വരും. അപ്പൊ പാത്രങ്ങൾ ഇങ്ങനെ കുത്തനെ വെക്കാൻ അപ്പൊ അതിന്റെ അളവിൽ ഉണ്ടാക്കിയാണ്. ഇത് മല്ലി മുളക് ചെമ്പ് പാത്രങ്ങളൊക്കെ വെക്കാനുള്ളത്. ഇതിന് ഫ്രെയിം ഇങ്ങനെ വരുമ്പോ അത് അറിയില്ലല്ലോ. ഇതിപ്പോ ടേബിൾ ടോപ്പ് ആയിട്ട് ഇവിടെ സിങ്ക് വെക്കുന്നത് വെക്കാനുള്ള വാഷ് ബേസ് വെക്കാനുള്ളതാണ്. അതിനപ്പോ ഈ ഓട്ടിട്ട് അതിനാണ് ആദ്യം പൈപ്പ് ഓട്ടാനുള്ള വാഷ് ബേസ് ടാപ്പ് ഇവിടെ അതേ മോഡല് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ അടിയിൽ ടൈല്, സൈഡില് ടൈൽ ഗ്രാനൈറ്റ്, മുകളിൽ ഗ്രാനൈറ്റ്. ഇനിയിപ്പോ ഇതിന് ഡോർ വരും. പൈപ്പ് കാണാതിരിക്കാനേ ഇതിനൊക്കെ മൊത്തത്തിൽ ഡോർ വരുമ്പോ നല്ല വൃത്തിയാണ്. അടി ഇവിടെയൊക്കെ വൃത്തിയാണ്. പിന്നെ ടോപ്പില് വൃത്തിയാണ്. പല്ലി വരൂല, പല്ലി കൂറാതൊന്നും ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. അത് പിടിച്ച് കയറി വരാൻ കഴിയില്ല. പല്ലിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പോളിഷ് ഉണ്ടായോണ്ടേ പല്ലിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിപ്പോ സംഭവം സിമ്പിൾ. ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കൂല്ലേ അത് മൾട്ടിവുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ വില കുറഞ്ഞ മൾട്ടിവുഡ് ഇറങ്ങിയോണ്ട് നല്ല മൾട്ടിവുഡ് ആരും ഉപയോഗിക്കില്ല. വില കുറഞ്ഞ ചൂടിട്ടുമ്പോ വളഞ്ഞു പോകും. അപ്പൊ എല്ലാവരും വില കുറഞ്ഞ് ഉപയോഗിച്ച് ചൂടിട്ടുമ്പോൾ വളഞ്ഞ് ഡോർ അടക്കാൻ കഴിയില്ല. ആ ഇഞ്ചക്ഷൻ പോകും, ഇതിന്റെ ഇത് പോകും, ഡോറിന്റെ ഇഞ്ചസ് പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒഴിവാക്കി പോയി. ഇതിനിപ്പോ ടൈലിന്റെ പണിക്കാർക്ക് പണിയായി. ടൈലിന്റെ പണിക്കാർക്ക് ഓർഡർ ഉണ്ടായപ്പോൾ നമ്മള് നോക്കണ രീതിയിൽ റേറ്റ് പറഞ്ഞ ചെയ്ത് കൊടുക്കല്ലോ. അതിന്റെ മുകളിലൊക്കെ ടൈലാണല്ലോ. ഇതിന്റെ വേസ്റ്റ് ടൈൽ ഉണ്ടാവും. മുറിഞ്ഞ പീസ് ഓരോ നേരം ചെയ്യുമ്പോ അടുത്ത ചെയ്യുമ്പോ കുറച്ചും കൂടി പുതിയ ഐഡിയകൾ വേറെ ഐഡിയകൾ കുറെ ഉണ്ട്. പണിയെടുക്കുമ്പോ ഏത് സ്കെച്ചിലും ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കും, ഏത് ഡ്രോയിങ്ങിലും ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ പണി അനുസരിച്ച് കൂടും. ബെഡ്റൂമിൽ ഉണ്ടാക്കാം. ബെഡ്റൂം ഓക്കെയാണ്.
അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡിസൈൻ ഏത് ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കും, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് പണി കൊടുക്കുന്നതനുസരിച്ച് സ്ക്വയർ ഫീറ്റ് റേറ്റ് മാറ്റം വരുന്നുള്ളൂ. അതില് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നൊക്കെ അതിന്റെ റേറ്റ് വരും. കണക്കൊന്നും കൂട്ടിയിട്ടെ നമ്മളിപ്പോ കുമാരേട്ടന്റെ അഞ്ചന്റെ വീട്ടിലെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. യൂട്യൂബിൽ ഇങ്ങനെ കുറെ അളമ്പ ഉണ്ടാക്കണോണ്ട് ഞങ്ങൾ നോക്കി ഇനി ഡോറൊക്കെ പൊളിയൊക്കെ വെച്ചിട്ട് മൊത്തം എത്ര ഉറപ്പാവുമെന്ന് നോക്കട്ടെ. സ്ക്വയർ ഫീറ്റിന് ഇത്രയെന്ന് പറഞ്ഞാല് അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സംഭവം എങ്ങനെയുണ്ട് നോക്കി നിങ്ങള്, രസമുണ്ടോ കാണാൻ, എങ്ങനെയുണ്ട്, എങ്ങനെ ഐഡിയ ഉണ്ട് എന്നൊക്കെ നോക്കി. ഈ ഒരു നാക്കിലാണ് ഇതിന്റെ പണി ഫിനിഷ് ചെയ്താൽ കാണിച്ചാൽ ലൈറ്റ് ഇടാണ്ട് ഇതിന്റെ ഡോർ വെക്കാണ്ട് ടേബിൾ ടോപ്പ് വെക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനലായിട്ട് ഞാൻ വന്നിട്ട് ഒന്നുകൂടി അടുക്കളയിൽ ബാക്കി പണിയുണ്ട്, അടുപ്പിന്റെ പണിയുണ്ട്, റേക്കിന്റെ പണിയുണ്ട്. ഇത് അങ്ങനെ ആയത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മൾ വന്നിട്ട് നമ്മള് ഇത് ഈ പണി എടുക്കുന്ന വീഡിയോ നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇതിന്റെ ടേബിൾ ടോപ്പ് ഒക്കെ ഇങ്ങനെയാണ് വന്നത്, ടൈൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഗ്രാനൈറ്റിന്റെ പീസ് വെച്ചിട്ടുണ്ട്, സിങ്ക് ഒക്കെ ഫിറ്റ് ചെയ്ത് ഫുള്ള് പണി തീർക്കാനാണ്. അടുപ്പിലെ പണി ചെയ്താൽ ലാസ്റ്റ് പണി ചെയ്തിട്ട് ഫൈനൽ ചെയ്ത് കിട്ടും. അതെ, കാരണം സ്ലോയില് പണിയാണ്. കാരണം എന്തെങ്കിലും ആഴ്ച ഫുള്ള് പണി എടുക്കാൻ കഴിയില്ല. സ്വന്തം പണി ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഓരോ സ്ഥലത്ത് എടുക്കാൻ കഴിയും. സ്വന്തം പണി ആകുമ്പോൾ എങ്ങനെയാണ്, ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് ലീവ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കുമരേട്ടാ. എന്നാ പോട്ടെ.